الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ അതിന്റെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായി അറിയേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ ശറഫ് കുടികൊള്ളുന്നത്, അഥവാ അതിന്റെ പ്രാധാന്യം കുടികൊള്ളുന്നത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒത്തിരി കൂട്ടിവെച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം: ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്കു മാർഗദർശനമാണത്. ആ സന്മാർഗം വിശദീകരിച്ചു തരുന്നതും
സത്യവും അസത്യവും വേർതിരിച്ചു തരുന്നതുമാണ് ഖുർആൻ. ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഖൽബിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്താണ് ഖുർആനിന്റെ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടക്കുന്ന കാലം, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടക്കുന്ന കാലത്ത് ഖുർആനിനെ മനസ്സിലാക്കി പലരും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തടയിടാൻ വേണ്ടി മക്കയിലെ ഖുറൈശികൾ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാധീനിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് പ്രവാചകനെ സ്വാധീനിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരാളെ പറഞ്ഞയച്ചു. അയാളുടെ പേര് ഉത്ബത്ത് ബിൻ റബീഅ എന്നാണ്. ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്ബ പറഞ്ഞു, യാ ഇബ്ന അഖി ഇസ്മഅ മിന്നി അഅരിദു അലൈക ഉമൂറൻ തൻദുറു ഫീഹാ ലഅല്ലക തഖ്ബലു മിന്നാ ബഅദുഹാ. എൻ്റെ സഹോദരപുത്ര, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറയുന്നു, നീ ശ്രദ്ധിച്ച് കേട്ടാൽ അതിൽ ചിലത് നിനക്ക് സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളൂ അബുൽ വലീദ്, ഞാൻ കേട്ടോളാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബത്ത് ബിൻ റബീഅയുടെ മുന്നിൽ ഉത്ബ പറയുന്നത് മുഴുവനും കേട്ടിരുന്നു, എല്ലാം കേട്ടു. ഉത്ബ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ചോദിച്ചു, അഫറഗത യാ അബുൽ വലീദ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ? അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് പറയാം. എന്നാ ഞാൻ പറയും, നിങ്ങൾ കേട്ടോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സംസാരിച്ച സംസാരം പരിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായം സൂറ അൽ ഫുസ്സിലത്താണ്. സൂറത്ത് ഫുസ്സിലത്തിന്റെ വിശാലമായ ചില ആയത്തുകൾ, സുജൂദ് വരെ വരുന്ന ആയത്തുകൾ. അത് ഓരോന്നും വായിച്ച് വിശദീകരിക്കാൻ നമ്മുടെ ഖുത്ബയിൽ നടക്കില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യ നിർമ്മിതമല്ല എന്നും മനുഷ്യന്റെ വാക്കല്ല എന്നും ഇത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൗലാണ്, കലാമാണ് എന്നുമൊക്കെ ശക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന, അറബികളെ ഉത്തരം മുട്ടിക്കുന്ന, അറബികളെ വെല്ലുവിളിക്കുന്ന ശക്തമായ വാഗ്ദോരണികൾ അടങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലും മിനർ റഹ്മാനിർ റഹീം. كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. അതിങ്ങനെ തുടങ്ങി സൂറത്ത് ഫുസ്സിലത്ത് ഇങ്ങനെ ഓതിപ്പോ റസൂലുള്ളാഹി ഉത്ബത്ത് ബിൻ റബീഅ അങ്ങേയറ്റം ശ്രദ്ധിച്ച് രണ്ട് കൈകളും ഇങ്ങനെ ബാക്കിലേക്ക് വെച്ച് റസൂലുള്ളാഹിന്റെ ചുണ്ടുകളിലേക്ക് നോക്കി ഇങ്ങനെ സ്തബ്ധനായിരുന്നു. സുജൂദിന്റെ ഭാഗമെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. പ്രവാചകന്റെ സുജൂദ് കണ്ട് ഉത്ബയും സുജൂദിൽ വീണു. പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് വരുന്നത് വേറൊരു ഉത്ബയാണ്. ഖുറൈശികൾ മുഴുവനും കാത്തിരിക്കുന്നു. പ്രവാചകനെ തിരുത്താൻ പോയ ഉത്ബ മടങ്ങി വരുന്നുണ്ട്. ഇതോടെ ശല്യം തീർന്നിട്ടുണ്ടാകും. പക്ഷെ ഉത്ബയെ കണ്ട ആളുകൾ പേടിച്ചു. ഉത്ബയുടെ മുഖം മാറിയിരിക്കുന്നു. ചോദിച്ചു ഉത്ബയോട്, അബുൽ വലീദ്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ പോയതിനു ശേഷം എന്തുണ്ടായി? അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞ വർത്തമാനം എന്താ അറിയോ? വല്ലാഹി ഖദ് സമിഅതു ഖൗലൻ മാ സമിഅതു മിസ്ലഹു ഖത്ത്. അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ കേട്ട വാക്കുണ്ടല്ലോ അതുപോലെ ഒന്ന് കേട്ടിട്ടേ ഇല്ല. വല്ലാഹി മാ ഹുവ ബിശ്ശഹർ
അള്ളാഹുവിനെ തന്നെ സത്യം, ഇത് മാരണമല്ല. വലാ ബിശ്ശഅർ, ഇത് കവിതയല്ല. വലാ ബിൽ കഹാന, ഇത് മന്ത്രവാദമല്ല. ഒന്നുമല്ല. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ ഓർത്തിരുന്നോളൂ. അത്തിഊനി വജഅലൂ ഹാലി ഖല്ലൂ ബൈന അർറജുലി വബൈന മാ ഹുവ ഫീഹി ഫഅ്തസിലൂ. ജനങ്ങളെ, നിങ്ങൾ അദ്ദേഹത്തെ അവഗണിക്കൂ, അദ്ദേഹത്തിന് പിന്നാലെ കൂടണ്ട, അദ്ദേഹത്തെ വിട്ടേക്കൂ. വല്ലാത്തൊരു സംഗതിയാണ് ഞാൻ കേട്ടത്. വല്ലാഹി ഫവല്ലാഹി ലയകൂനന്ന ലിഖൗലിഹി അല്ലദീ സമിഅതു നബൗൻ. അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടത് നബൗൻ, ഒരു വൃത്താന്തമാണ്, ഒരു വൃത്താന്തമാണ്. പ്രിയപ്പെട്ട എന്റെ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഖുർആൻ ചെറുപ്പം മുതൽ ഓതുകയും വായിക്കുകയും ചെയ്യുന്ന നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അള്ളാന്റെ ഖുർആൻ ഒരു നബ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആൻ ഒരു വൃത്താന്തമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഉത്ബത്തുബ്നു റബീഅ അത്ഭുതപ്പെട്ടു പോയതാണ് അള്ളാന്റെ കലാമിന്റെ മുന്നിൽ. അയാൾ മുസ്ലിം അല്ല, അയാൾ മുശ്രിക്കാണ്. പക്ഷെ ഖുർആൻ ആ അത്ഭുതത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. അയാളുടെ ഖൽബ് പിടച്ചു. വേറൊരാളെ നിങ്ങൾക്കറിയോ? അറബികളുടെ മുന്നിൽ വന്ന് അഭിമാനം പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അനൽ വഹീദ് ഇബ്നുൽ വഹീദ് ലൈസ ലി ഫിൽ അറബി നദീർ വലാ ലി അബി നദീർ. ഞാൻ ഏകനായവന്റെ മകൻ ഏകനാണ്, എനിക്കും എന്റെ ഉപ്പയ്ക്കും അറബികളിൽ തുല്യരില്ല. അത്ര വലിയതാണ് വലീദ് ഇബ്നു മുഗീറ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. വലിയ സമ്പന്നനാണ്. മക്ക മുതൽ ത്വായിഫ് വരെ പ്രവിശാലമായ സമ്പത്തിന്റെ ഉടമ. അറബി സാഹിത്യത്തിലെ നെടുനായകത്വം വഹിക്കുന്നവൻ. സന്താന സൗഭാഗ്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മനുഷ്യൻ. 9 ആൺമക്കളുടെ ഉപ്പ. പോരെ അറബികൾക്കിടയിൽ ബമ്പനാകാൻ. ബമ്പനും കൊലകൊമ്പനുമായ വലീദ് ഇബ്നു മുഗീറ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് ഖുർആൻ കേൾക്കാനിടയായി. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പാരായണം. ആ പാരായണം ഏതവന്റെയും കൽബ് പടപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ വലിയ ശത്രുവാണ് അബൂ ജഹൽ. ഇസ്ലാമിന്റെ ശത്രുവായിരുന്നല്ലോ അബൂ സുഫിയാൻ, അഖ്നസ് ഇബ്നു ഖൈസ്. പാതിരാത്രിയിൽ പ്രവാചക വചനങ്ങൾ, പ്രവാചകന്റെ നാവിൽ നിന്ന് വരുന്ന പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പാരായണം കേൾക്കാൻ റസൂലുള്ളാഹിന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് പോയി ഒളിച്ചിരുന്നു ഈ 3 ആളുകൾ. ദിവസങ്ങളോളം അത് കേട്ടു, പ്രവാചകന്റെ ഖുർആൻ പാരായണം. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഖുർആൻ കേട്ട് വലീദ് ഇബ്നു മുഗീറ സ്തബ്ധനായി നിന്നു. ശേഷം അദ്ദേഹം മഖ്സൂമി ഗോത്രത്തിന്റെ പർണശാലയിലേക്ക് ചെന്ന് പറഞ്ഞു വർത്താനം എന്തറിയോ? വല്ലാഹി ഇന്ന ലഹു ലഹലാവ, വല്ലാഹി ഇന്ന ലഹു ലഹലാവ, അല്ലാഹുവിനെ തന്നെ സത്യം, ഇതൊരു വല്ലാത്ത മാധുര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ചാണ് പറഞ്ഞത്. വല്ലാഹി ഇന്ന ലഹു ലഹലാവ, അള്ളാഹിനെ തന്നെ സത്യം, ഇതിന് വല്ലാത്ത മാധുര്യമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹിന്റെ ഖുർആൻ മാധുര്യമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എത്ര കാലമായി ഓതുന്നു നമ്മൾ അള്ളാഹുവിന്റെ ഖുർആൻ? ഒരു മുശ്രിക്കായ മനുഷ്യരത് കേട്ടിട്ട് പറഞ്ഞതാണ്, ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. ഇത് ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് കുതിക്കും. ഇതിനെ താഴ്ത്തി വെക്കാൻ ഒന്നിനും കഴിയില്ല കേട്ടോ. 1000 നിരീശ്വരവാദികളും 1000 യമുക്കളും ഒരുമിച്ച് ശക്തമായി വന്നാൽ പോലും അള്ളാഹുവിന്റെ കിതാബിന്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. അതിങ്ങനെ ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, വായിക്കപ്പെടുന്ന, പ്രിന്റ് ചെയ്യപ്പെടുന്ന, മനനം ചെയ്യപ്പെടുന്ന, ഗവേഷണം ചെയ്യപ്പെടുന്ന ഏറ്റവും ശക്തമായ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടണം പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ കിതാബിനോട് എത്ര ബന്ധമാണ് നമുക്കുള്ളത് എന്ന് നാം ഒന്ന് സ്വമേധയാ ആലോചിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഈ ഖുർആനിനെ കുറിച്ച്. അല്ലാഹു പറയാൻ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله
ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹുവിന്റെ ഖുർആൻ 39-ാം അധ്യായം സൂറ അസ്-സുമർ. അല്ലാഹു പറയാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അല്ലാഹു ഇതാ ഏറ്റവും നല്ല വർത്തമാനം ഇറക്കിയിരിക്കുന്നു. അഹ്സനുൽ ഹദീസ്, ഏറ്റവും ഭംഗിയുള്ള വർത്തമാനം, ഏറ്റവും ഭംഗിയുള്ള വർത്തമാനം. നിലച്ചു പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടും. മുമ്പൊക്കെ പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തു എന്ന് പറയുമ്പോൾ അത്ഭുതം വരുന്നുണ്ട് ആളുകൾക്ക്. സയ്യിദുനാ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ റക്അത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്നു. നമ്മൾ ഉടനെ പറയാം അതൊന്നും നടക്കൂല, എന്താണ് ഈ പറയുന്നത്? അല്ല, നടക്കും. സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂറുകളാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരാളുടെ മൈൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അതിനവൻ മണിക്കൂറുകളോളം ചെലവഴിക്കുമെന്നത് ആധുനിക ലോകത്ത് നമുക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നാൽ മണിക്കൂറുകളോളം ഒറ്റ ഇരിപ്പ്. കാരണം അയാൾക്ക് ഏറ്റവും ഹൃദ്യമായതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരൊന്ന് കമ്പത്തി, അള്ളാഹുവിന്റെ കലാം ഏറ്റവും അഹ്സൻ, ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും ഭംഗിയുള്ള വർത്തമാനം. ആ വർത്തമാനമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കും, നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അതിന്റെ ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ വെറും പാരായണത്തിൽ മാത്രം ഒതുക്കിപ്പോയത് കൊണ്ടാണ് നമ്മുടെ ഖൽബിലേക്ക് അത് കയറി വരാത്തത്. അഹ്സനുൽ ഹദീസ് എന്നിട്ട് ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അല്ലാഹ് പറയാം, ആ അഹ്സനുൽ ഹദീസ് എന്ന് പറയുന്നത് കിതാബൻ മുതശാബിഹൻ മസാനി, അതൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പരസ്പര സദൃശങ്ങളായ വചനങ്ങളുള്ള, ആവർത്തിത വചനങ്ങളുള്ള ഗ്രന്ഥമാണ്. 6200 ചില്ലാനം വരുന്ന ആയത്തുകൾ. ഖുർആനിന്റെ പേജ് നോക്കിയാൽ 611 പേജുകൾ, 30 ഭാഗങ്ങളിലായി, 70,000-ത്തിലധികം പദങ്ങളിലായി പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കഥകൾ ആവർത്തിക്കുന്നു, വിഷയങ്ങൾ ആവർത്തിക്കുന്നു, സമാനമായ ആയത്തുകൾ. തശാബുഹുൻ നാഖിസ് അല്ലെങ്കിൽ മുത്തശാബിഹ്, തശ്ബീഹ് നാഖിസും തശ്ബീഹ് താമുമൊക്കെയായി പൂർണ്ണമായും ഒരേപോലെയുള്ള ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. സൂറത്തുർ റഹ്മാൻ ഓതുന്നവർക്കറിയാം അല്ലേ? സൂറത്തുർ റഹ്മാൻ ഓതുന്നവർക്കറിയാം. ഇത് നേരത്തെ പറഞ്ഞല്ലേ, ഇനി പറയണ്ടല്ലോ എന്ന് തോന്നിയിട്ടില്ല. കാരണം ഓരോ സ്ഥലത്തും അതിൻ്റെ പ്രയോഗവും അതിൻ്റെ ആശയവും ശക്തമായി വ്യക്തമായും വിശദീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഹൃദ്യമായി അള്ളാഹു ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഒരു അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഒരു വാചകം ആവർത്തിച്ചു. കളവ് പറയുന്നവർക്ക് നാശം. 10 പ്രാവശ്യമാണ് ഒരു അധ്യായത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ എങ്ങനെയാണ് ആവർത്തിക്കപ്പെടുന്നു, ഓരോ കഥകളും ആവർത്തിക്കപ്പെടുന്നു. ആ ആവർത്തിക്കപ്പെടുന്ന ചരിത്ര മുഹൂർത്തങ്ങളിൽ വലിയ ഗുണപാഠങ്ങൾ സമ്മാനിക്കുന്നു ഖുർആൻ. വായിക്കുന്ന ഓരോ സമയത്തും ഹൃദ്യമായി അനുഭവപ്പെടുകയാണ്. റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തോലുകൾ വിറകൊള്ളും, രോമാഞ്ചുണ്ടാവും. അതതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ശരീരം മുഴുവനും അങ്ങനെ ഒരു ശക്തമായ കോരിത്തെരിപ്പുണ്ടാകും. ഖുർആനിന്റെ ചില പ്രയോഗങ്ങൾ, ഖുർആനിന്റെ ചില ശക്തമായ നിയമങ്ങൾ, ഖുർആനിന്റെ ചില കഥാവിവരണങ്ങൾ. എന്നിട്ട് ഖുർആൻ പറയും, പിന്നെ അവരുടെ ഹൃദയങ്ങളും അവരുടെ തോലുകളും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വിനയപ്പെട്ടു വരും. പരിശുദ്ധ ഖുർആനിനെ അറിയാൻ നമുക്ക് കഴിയണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ.
അഫല യതദബ്ബറൂനൽ ഖുർആൻ, എന്താ നിങ്ങൾ ഖുർആനിനെ തദബ്ബുർ ചെയ്യാത്തത്, ഉറ്റാലോചിക്കാത്തത്? എന്താ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കാത്തത്? അമാല ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഖൽബുകളിൽ അടപ്പിട്ട് മൂടിയിരിക്കുകയാണോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയങ്ങളിൽ മൂടി വച്ചിരിക്കുന്നു, ഹൃദയങ്ങളെ അടപ്പിട്ട് മൂടിയിരിക്കുന്നു. എന്താ നിങ്ങൾ ഹൃദയം തുറക്കാത്തത്? എന്താ നിങ്ങൾ നിങ്ങളുടെ ഖൽബിനെ തുറക്കാത്തത്? എന്താ നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ തുറന്നു വിടാത്തത്? അള്ളാന്റെ ഖുർആനിനെ വായിക്കീൻ, ഖുർആനിന്റെ ആശയതലങ്ങളിലൂടെ കടന്നു പോകൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. പാരായണം മാത്രമല്ല, അതിന്റെ ശക്തമായ മേഖലയിലൂടെ ഒരായത്തിലൂടെയെങ്കിലും കടന്നു പോകാൻ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ ചേർത്തു വെക്കാൻ നമുക്കാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുക എന്നത് ഒരു പ്രധാനമുള്ള വിഷയമാണ്. ഒരു ഹർഫിന് 10 കൂലിയാണ് കിട്ടുക. ഒരു ഹർഫിന് 10 കൂലിയാണ് കിട്ടുക. പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലത്തെ നമുക്ക് വളരെ ശക്തമായി മനസ്സിലാക്കാൻ കഴിയും. അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. 30 കൂലിയാണ് കിട്ടുക. അലിഫ് ലാം മീം എന്നൊരാൾ വായിച്ചാൽ സാധാരണഗതിയിൽ 30 കൂലിയാണ് കിട്ടുക. പക്ഷെ റമളാനിൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കപ്പെടുന്നു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മിനൽ 10 ഇലാ 700 ളഅഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ. പരിശുദ്ധ ഖുർആനിൽ സൂറ അൽ ഫാത്തിഹ 7 ആയത്തുകളാണുള്ളത്. അതിൽ 100ഓളം അക്ഷരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറ ഫാത്തിഹ ഒരു ആവർത്തി ഓതുമ്പോൾ സാധാരണഗതിയിൽ 1000കണക്കിന് പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. സൂറത്ത് ബഖറയിൽ 286 ആയത്തുകളുണ്ട്. 286 ആയത്തുകൾ എന്ന് പറയുമ്പോൾ 25,613 ഹർഫുകൾ ഉണ്ടാകും. ഏകദേശം 2.5 ലക്ഷത്തിലധികം വരുന്ന പ്രതിഫലം. സൂറത്ത് ബഖറ ഓതി തീരുമ്പോൾ അത് നോർമലാണ് ഈ പറയണ കണക്ക്. അതിനെ വേണമെങ്കിൽ 700 കൊണ്ട് ഗുണിക്കൂടെ ചെയ്താൽ മതി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള ഹർഫുകൾ എന്ന് പറയുന്നത് 3,11,251. എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി ഓതിത്തീരുമ്പോൾ അയാൾക്ക് 30 ലക്ഷം പ്രതിഫലം ലഭിച്ചിട്ടുണ്ടാകും. അതൊരു സാധാരണ കണക്ക് പറഞ്ഞാണ് ഞാൻ. ഈ റമളാനിൽ ഒരു വിശ്വാസി നേടിയെടുക്കുന്ന പുണ്യകർമ്മങ്ങളുടെ തോത് എത്രയാണെന്ന് പരിശോധിക്കാൻ. ഓതാൻ അറിയില്ലേ? ചില ആളുകൾ പറയും എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് ശരിക്കും ഓതാൻ അറിയില്ല. എന്നാൽ 2 കൂലി ഉണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാക്കാൻ, പരിശുദ്ധ ഖുർആൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഓതുന്നത്. എങ്കിൽ അയാൾക്ക് 2 പ്രതിഫലം ഉണ്ട് എന്നാണ്. 1 അയാൾ എടുക്കുന്ന എഫേർട്ടിനുള്ള പ്രതിഫലം, 2 അയാൾ വായിച്ച ഖുർആനിന്റെ ആയത്തിലുള്ള പ്രതിഫലം. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ വളരെ കൃത്യമായി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വായിച്ചാലോ, والذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررا
പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വായിച്ചാൽ അയാൾ പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പമാണ് സ്ഥാനം. പരിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞ് വായിക്കാം. ഒരു ദിവസത്തിൽ ഒരായത്തെങ്കിലും അങ്ങനെ വായിക്കാൻ ശ്രമിക്കാം. അതിന് ഏറ്റവും ലളിതമായി ഞാൻ പറയാം, അമാനിമയുടെ തഫ്സീർ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാകും. അമാനിമയുടെ തഫ്സീർ എല്ലാവരുടെ മൊബൈലും ഉണ്ടാകും. ഉമ്മഹാത്തു തഫാസീറുകളൊക്കെ വായിക്കുന്ന ഒരു ഫീലാണ് അതിനുണ്ടാകുക. എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതപ്പെട്ട ധാരാളം തഫ്സീറുകളുടെ സത്ത മലയാളത്തിലേക്ക് ഇങ്ങനെ എഴുതിയതാണ് മഹാനായ അമാനി മൗലവി റഹിമഹുല്ലാ. കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ പരിഭാഷ. ആ ആയത്ത് ഇങ്ങനെ വായിക്കണം, അതിന്റെ അർത്ഥവും ആശയവും അദ്ദേഹം കൊടുത്തൊന്ന് വായിച്ചു തീർത്താൽ അതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടു പോയാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുന്ന അവസ്ഥയാണ് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പം സ്ഥാനം ലഭിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കണം, അടുത്തറിയണം, ഓതണം, വായിക്കണം. അങ്ങനെ നിങ്ങൾ ഖുർആനുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ച് ഖുർആൻ ഹിഫ്ള് ചെയ്ത് ഖുർആൻ നിരന്തരം പാരായണം ചെയ്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? മരിച്ച നാളെ റബ്ബിന്റെ അടുത്തെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരോട് പറയും, ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ. നീ ഖുർആൻ ഓത്, എന്നിട്ട് നീ ഇങ്ങനെ ഉയർന്നുയർന്നു പോ. ഖുർആൻ അതിന്റെ ഭംഗിയായ രൂപത്തിൽ, നല്ല ഭംഗിയിൽ നീ ഓത് ഖുർആൻ, ദുനിയാവിൽ ഓതിയതുപോലെ. എന്നിട്ട് എവിടെയാണോ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഹ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് ഏതാണോ അതാണ് നിന്റെ സ്വർഗത്തിലെ മൻസില. സ്വർഗത്തിലെ മൻസില ഏതാണ്, അവിടെ വരെ ഓതിപ്പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുക, ഖുർആനിനെ ജീവിതഗന്ധിയാക്കി തീർക്കുക, ഖുർആനിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക, ഖുർആനിന്റെ ആശയ ഭംഗിയെ നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ വായിക്കാനുള്ള സമയം നമ്മൾ കാണണം, അതിന്റെ അർത്ഥം പഠിക്കാനുള്ള സമയം കാണണം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ റമളാനിലെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ റമളാനിലെ എല്ലാ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞാൽ കുറച്ചു നേരം പരിശുദ്ധ ഖുർആനിന്റെ ആശയധാരയിലൂടെയുള്ള ചെറിയൊരു സഞ്ചാരം ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്ന ആളുകൾക്ക് ഇരിക്കണമെന്നും കൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇന്ന് ഈ പള്ളിയിൽ എടുക്കുന്ന സ്വതഖ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. പാവങ്ങളായ നിർധനരായ ആളുകളെ, അവരുടെ മരുന്ന്, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അങ്ങനെ തുടങ്ങുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ളതാണ് ഇന്നത്തെ സ്വതഖ. നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ അതിനോട് സഹകരിക്കണമെന്ന് നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.